എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് ടീന് ഒന്നും ഇല്ലെങ്കിലും കുക്കറിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അരിപ്പൊടിയും റവയും കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്കിൽ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കാണ്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സിയുടെ നമ്മൾ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml അളവ് കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. ബാക്കി ചേരുവകളൊക്കെ ഞാൻ ഈ ഒരു കപ്പ് അളവിൽ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് ഗ്ലാസ്സിലൊന്ന് അളന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3/4 കപ്പ് അളവിൽ ഓയിലാണ്. ഓയിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാല് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നല്ലപോലെ തണുത്ത് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അതായത് 250 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിത് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത അതേ അളവിൽ തന്നെ റവയാണ് കേട്ടോ. റവ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തരിയോട് കൂടിയിട്ടല്ല നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്ത റവയാണ്. ഇത് കണ്ടില്ലേ, നല്ലപോലെ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണം റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 കപ്പ് അളവിൽ തന്നെ നല്ലപോലെ പൊടിച്ച റവയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറക്കാത്ത റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ അരിപ്പൊടിയും റവയും കൂടെ നന്നായിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അരിപ്പൊടിയും റവയും കൂടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ 3/4 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക കേട്ടോ. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞോ കൂടിയെന്നോ വന്നിരിക്കാം. അപ്പോൾ കുറച്ച് പാൽ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പാല് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ചൂട് പോയിട്ട് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പോലും നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കരുത്. ചൂട് നന്നായി പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പാലിൻ്റെ അളവിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചിലപ്പോൾ കൂടിയോ കുറഞ്ഞെന്നിരിക്കും. നിങ്ങൾ ഈ ഒരു കട്ടിക്ക് നമ്മുടെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ ബാറ്റർ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്റർ നമ്മൾ ഡയറക്റ്റ് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൻ്റെ അടിഭാഗത്ത് ഞാനൊരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ നമുക്കിതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഈ കുക്കറിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഓയിൽ ഇതുപോലെ നല്ലപോലെ തന്നെ കുക്കറിൻ്റെ എല്ലാ സൈഡിലും ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ കുറച്ച് ബദാം എടുത്തിട്ട് ഞാൻ ഇതിലൊന്ന് 2 ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബദാം ഇതുപോലെ ഞാൻ നിരത്തി ഇതുപോലെ ഒന്ന് കുക്കറിലേക്ക് അടുക്കി വെച്ച് കൊടുക്കുകയാണ്. ബദാം നമ്മളിതിലേക്ക് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനൊന്ന് ബേക്കായി വരുന്ന സമയത്ത് കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ട് ഞാൻ നിരത്തി ഇതുപോലെ ബദാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ചും കൂടി നമുക്കൊന്ന് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഈ ബാറ്റർ ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്നുള്ളത്. ഇതിൽ ഒരുപാട് കട്ടിയാകാനും പാടില്ല, ഇതിന് ലൂസായിട്ടും പോകരുത്. കറക്റ്റ് ഇതാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി കേക്ക് നമുക്കൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റ് ഈനോയാണ്. ഈനോ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റ് ഈനോയും കൂടെ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈനോ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന കണ്ടില്ലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈനോയും കൂടെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ ഇനി ഇതിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ആ ഒരു ബദാം തെന്നി മാറി പോകാതെ ഇരിക്കുന്ന രീതിയിൽ പതിയെ ഇതുപോലെ ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ കുക്കറിന്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. കുക്കറിന്റെ ഈ ഒരു മൂടിയിലുള്ള ഒരു വിസിൽ നമ്മൾ എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ രണ്ടാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു റബ്ബർ, ഈ ഒരു ബ്ലാക്ക് റബ്ബറും കൂടി എടുത്ത് മാറ്റണം കേട്ടോ. റബ്ബർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുക്കർ അത്രയും നേരം ഇരുന്ന് ചൂടാവുമല്ലേ, അപ്പോൾ ആ ഒരു ചൂട് കൊണ്ടിട്ട് ഈ ഒരു റബ്ബർ കരിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റബ്ബറും ഈ ഒരു വിസിലും നമ്മൾ എടുത്ത് മാറ്റണം. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കുക്കർ ഡയറക്റ്റ് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടല്ല ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഡയറക്റ്റ് അടുപ്പിൽ കുക്കർ വെച്ച് കൊടുത്താൽ അടിഭാഗം അത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ കേക്ക് നമുക്ക് വെന്ത് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന കുക്കറിൻ്റെ ഒക്കെ അനുസരിച്ചാണ്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 40-45 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 45-50 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്കിൻ്റെ അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചെങ്കിലും മാവ് അതിൽ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേകാനുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക. കുക്കറൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചാണെങ്കിൽ ആ ഒരു അടപ്പിന് ചെറിയൊരു ലൂസ് പോലെ വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എടുക്കുമ്പോൾ കുറച്ചും കൂടി സമയം നമുക്ക് കൂടുതലായിട്ട് വരും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കുക്കറിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ബദാം നമ്മൾ അടിയിൽ വെച്ച് കൊടുത്താണെങ്കിൽ മാറിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് നമ്മളിപ്പോൾ ഇത് തണുത്തിട്ട് എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഉൾവശമൊക്കെ ആണെങ്കിലും നന്നായിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. എങ്കിലും നമുക്ക് ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണ്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.